അതുണ്ടോ പറഞ്ഞാൽ തീരുന്നു. ഇമാം ബൂസിരി ബുറുദ ബൈത്ത് മുഴുവനും ചൊല്ലിക്കഴിഞ്ഞു. പക്ഷേ ഒരാളെയും കേൾപ്പിച്ചിട്ടില്ല, വീട്ടിൽ കിടന്നിട്ട് ചൊല്ലിയാണ്. ചൊല്ലിക്കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. ആ ബുറുദ ബൈത്ത് ഒന്ന് കേൾക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു. ഇമാം ബൂസിരി ചൊല്ലി അങ്ങ് തുടങ്ങി. ചുരുക്കി പറയട്ടെ, ഞാനത് ബുറുദ ബൈത്തിന്റെ ആമുഖത്തിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചൊല്ലി ചൊല്ലി ബുറുദ ബൈത്ത് അങ്ങ് തീർന്നപ്പോൾ അതിന് ബുറുദ എന്ന് പേരില്ല കേട്ടോ. അതിന്റെ പേര് അൽ കവാകിബു ദുർരിയ ഫീ മനബി മദ്ഹി ഖൈറിൽ ബരിയ. ബുറുദ എന്ന പേര് പിന്നെ വന്നതാ. നബി തങ്ങൾക്ക് നീ സുഖപ്പെടുത്തണേ. അപ്പൊ രോഗം സുഖപ്പെടുന്നവൻ അള്ളയാണ്. അതിന്റെ നിമിത്തങ്ങളാണ് ഇതെല്ലാം. ഇമാം ബൂസിരി തങ്ങളെ ശരീരത്തിൽ രോഗമുള്ള സ്ഥലത്ത് ഉറക്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് തടകിക്കൊടുത്തു. രോഗം പൂർണ്ണമായങ്ങ് മാറിപ്പോയി. ഇമാം ബൂസിരി തങ്ങൾ ആ ബുറുദ ചൊല്ലി ചൊല്ലിയ സന്തോഷം കൊണ്ട്, അല്ലാഹുവേ ഞങ്ങളുടെ കയ്യിൽ സമ്പാദ്യങ്ങളൊന്നുമില്ല, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറയൽ, അഹ്ലു ബൈത്തിന്റെ ബഹുമാനം പറയൽ, അതേ ഉഖ്റവിയായ ആലിമീങ്ങളുടെ ബഹുമാനം പറയൽ, നിന്റെ ദീനിനെ കുറിച്ച് പറയൽ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. ആ കാരണത്താൽ ഞങ്ങൾക്ക് എന്ത് രോഗമുണ്ടോ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർക്ക് എന്ത് രോഗമുണ്ടോ, ഞങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകളും സദഖകളും ചെയ്തവർക്ക് എന്ത് രോഗമുണ്ടോ, നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. ഇമാം ബൂസിരി തങ്ങളെ രോഗം പൂർണ്ണമായി മാറിപ്പോയല്ലോ. അതോടുകൂടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വകയിൽ ഒരു ഗിഫ്റ്റ്, റസൂലുള്ളാഹിന്റെ വകയിൽ ഒരു സമ്മാനം. ആ സമ്മാനം എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പാടിയ വകയിൽ മുമ്പ് കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹുവിന് കൊടുത്ത അതേ ഗിഫ്റ്റ് തന്നെ ഒരു സാല് പുതപ്പിക്കലാണ്. അത് ഉറക്കില നടത്തുന്നത് മദീനയിൽ കിടക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി. ഈജിപ്തിൽ കിടക്കുന്ന ഇമാം ബൂസിരി തങ്ങളെ കഴുത്തിൽ ഒരു പുതപ്പാനുണ്ട്. പടച്ച റബ്ബ് അല്ലാഹുവിന്റെ റസൂലിന് കൊടുക്കുന്ന കഴിവിനെ കുറിച്ച് സംശയിക്കണ്ട മുസ്ലിമേ. സംശയം അബൂജഹലിന്റെ പരിപാടിയാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് മസ്ജിദുൽ അഖ്സയിലും ആകാശ ലോകത്തും മുഴുവനും പോയി തിരിച്ചു വന്നത് പറഞ്ഞപ്പോ സംശയിപ്പിക്കാൻ നടന്നത് അബൂജഹലല്ലേ? സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് സംശയമുണ്ടായില്ലല്ലോ. അതാ ഇമാം ബൂസിരി അവിടുത്തെ കഴുത്തിൽ പുതപ്പ് കാണുകയാണ്. നേരം വെളുത്ത് അതാ ഈജിപ്തിന്റെ ടൗണിലൂടെ ഇമാം ബൂസിരി പോകുന്നു. ഒരു മഹാപണ്ഡിതൻ കാണുന്നു. അബുർറജാ റളിയല്ലാഹു അൻഹു ആണ്. അബുർറജാ തങ്ങൾ കണ്ടപ്പോൾ സലാം ചൊല്ലിയിട്ട് പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നിങ്ങൾ ചൊല്ലിയ പദ്യം ഒന്ന് എനിക്ക് തരൂ. അബുർറജാ തങ്ങൾ ചോദിക്കുന്നു, ഏത് പദ്യം? മുദരിയയാണോ ഹംസിയയാണോ? ഒരുപാട് പദ്യം ആരോഗ്യമുള്ള സമയത്ത് ചൊല്ലിയിട്ടുണ്ട്. ഈ ബുറുദ ബൈത്തുണ്ടല്ലോ, ബുറുദ എന്ന പേര് വന്നത് ഈ പുതപ്പ് സമ്മാനിച്ച വകയിലാണ്. ബുറുദ എന്നതിന്റെ അർത്ഥം തന്നെ പുതപ്പാണ്. അത് വന്നത് അല്ലാഹുവിന്റെ റസൂൽ ഈ പുതപ്പ് കൊടുത്തതുകൊണ്ടാണ്. ഇരിക്കട്ടെ, ഈ ബുറുദ ആരെയും മുമ്പ് കേൾപ്പിച്ചിട്ടില്ലല്ലോ, ആർക്കും കൊടുത്തിട്ടില്ലല്ലോ. അപ്പൊ അതിനെക്കുറിച്ച് എന്റെ സ്നേഹിതൻ അബുർറജാ റളിയല്ലാഹു അൻഹു ചോദിക്കാൻ തരമില്ലല്ലോ എന്ന നിലയ്ക്ക് ഏത് പദ്യമെന്ന് ചോദിക്കുമ്പോ അബുർറജാ തങ്ങളങ്ങ് ചൊല്ലിക്കൊടുത്തു. അമീൻ തകൂരി ജീറാനിം ബി ദീസലമി മസജിത ദം അൻജറാബി മുഖല തിംബിദമി എന്ന് തുടങ്ങുന്ന പദ്യമാണ് ഇമാം ബൂസിരി. മിന്നൈന ഹഫിൽതഹു, നിങ്ങൾ എവിടുന്നാ ഇത് മനഃപ്പാഠമാക്കിയത്? ഞാനിത് ആർക്കും കേൾപ്പിച്ചിട്ടില്ലല്ലോ, കൈമാറിയിട്ടില്ലല്ലോ. നിങ്ങൾക്ക് എവിടുന്ന് ഈ പദ്യം കിട്ടിയെന്ന് ചോദിക്കുമ്പോ മഹാനവറുകളെ മറുപടി, ഇന്നലെ രാത്രി അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു
അലൈഹി വസല്ലം തങ്ങൾക്ക് നിങ്ങളത് ചൊല്ലിക്കൊടുത്തപ്പോൾ കരിമ്പിന്റെ തണ്ട് കാറ്റിലാടും പോലെ ആ മദ്ഹ് കേട്ട് അല്ലാഹുവിന്റെ റസൂൽ ആടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ പദ്യം മനഃപ്പാടമാക്കിയതാണ്. ഇമാം ബൂസിരി എനിക്ക് കോപ്പി കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഇമാം ബൂസിരി കോപ്പി കൈമാറുന്നു. ലോകം മുഴുക്കി ബുറുദ ബൈത്ത് ചൊല്ലി മന്ത്രിക്കുന്നു. ബുറുദ ബൈത്ത് കല്യാണ വീട്ടിൽ ചൊല്ലുന്നു. അതേ കശ്ഫുൽ ദുരൂനിൽ കാണാം, മരിച്ച മയ്യിത്തിന്റെ സമീപത്ത് പോലും ചില സ്ഥലങ്ങളിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹായ ബുറുദ ചൊല്ലുന്ന പതിവുണ്ടായിരുന്നു. എന്റെ ചെറുപ്പക്കാരെ, ഞാൻ ഇവിടത്തേക്ക് ഇങ്ങനെ വരുമ്പോ